എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമേ ഒരു അഭ്യർത്ഥന, വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം കാണുക പ്ലീസ്. ഉറിയടിയും ഊഞ്ഞാലാട്ടവും ഒന്നിച്ചു വേണ്ടെന്ന് വി ഡി സതീശനോട് തീർത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മണിച്ചേട്ടൻ. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. ഒരു സംശയമില്ല, ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൃത്യമാണ് അദ്ദേഹത്തിന്റെ വിശകലനം. കോൺഗ്രസ് വി ഡി സതീശനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിന്റെ പ്രത്യാഘാതം കോൺഗ്രസ് അനുഭവിക്കുമെന്ന് സുകുമാരൻ നായർ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിം ലീഗുകാരും എത്രയൊക്കെ ആഘോഷിച്ചാലും ഇന്നലെ കാന്തപുരത്തിന്റെ ജാഥാ സമാപന സമ്മേളനത്തിൽ വി ഡി സതീശൻ നടത്തിയത് അധിക പ്രസംഗം തന്നെയാണ്. ഒരു സമുദായ സംഘടനയുടെ യോഗത്തിൽ ചെന്ന് വേറൊരു സമുദായ നേതാവിനെ അധിക്ഷേപിക്കുന്നത് പക്വതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവും ചെയ്യുന്ന പണിയല്ല. വർഗീയതയ്ക്കെതിരെയാണ് താൻ പറഞ്ഞതെന്നാണ് വി ഡി സതീശന്റെ നിലപാട്. വർഗീയത ആര് പറഞ്ഞാലും അദ്ദേഹം എതിർക്കുമത്രേ. പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറയില്ല, വർഗീയത ആര് പറഞ്ഞാലും അത് നമ്മുടെ സ്റ്റാൻഡാണ്. വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. അത് കോൺഗ്രസിന്റെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്. വർഗീയത ആര് പറഞ്ഞാലും, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും അതിനെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡേർഡ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ നമ്മുടെ വി ഡി സതീശന്? KM ഷാജി മലബാറിലെ ഈഴവരെ അപ്പാടെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചപ്പോൾ ഈ സതീശൻ ഉറക്കമായിരുന്നു. മലബാറിലെ ഈഴവന്മാരെ നിങ്ങൾ നോക്ക്, തെക്കുള്ള ഈഴവന്മാരെ നിങ്ങൾ നോക്ക്. തെക്കിലെ ഈഴവന്മാർ CPMന്റെ കയ്യിലല്ല, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ ഈഴവന്മാർക്ക് നട്ടല്ലു നിവർത്തി ജീവിക്കുന്നവരാണ്. വടകര താലൂക്കിൽ, കണ്ണൂരിൽ ഈ മലബാറിലെ ഈഴവന്മാർ CPMന്റെ ചാവേറുകളാണ്, തല്ലുതൊഴിലാളികളാണ്. ആളെ കൊല്ലാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു സമുദായത്തിന്റെ പേരെടുത്ത് പറഞ്ഞാണ് അവർ തല്ലുതൊഴിലാളികളാണെന്നും ചാവേറുകളാണെന്നും നട്ടല് നിവർത്തി ജീവിക്കാത്തവരാണെന്നും KM ഷാജി അധിക്ഷേപം ചൊരിഞ്ഞത്. KM ഷാജി മുസ്ലിം ലീഗ് നേതാവാണ്, പറഞ്ഞത് തനി വർഗീയതയാണ്. ഈ KM ഷാജിയെ തിരുത്താൻ സാക്ഷാൽ വി ഡി സതീശൻ ഇടപെട്ടത് നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. താൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് ഈ അടുത്തിടെയും ഷാജി പ്രസംഗിച്ചു. എവിടെ പോയിരുന്നു വി ഡി സതീശൻ? ഒരക്ഷരം പ്രതികരിച്ചില്ലല്ലോ, ഷാജിയെ തിരുത്താൻ ഇറങ്ങിയില്ലല്ലോ. ഇനി അന്നത്തെ ആ ലീഗ് റാലിയിൽ മുഴങ്ങിയ ഈ മുദ്രാവാക്യം സതീശൻ കേട്ടിരുന്നോ? ചെത്തുകാരൻ കോരന് സ്ത്രീധനം കിട്ടിയതല്ല കേരളം എന്നാണ് മുദ്രാവാക്യം. മതത്തിന്റെ പേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥയിൽ ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് ശരിയല്ല എന്നൊരു നിലപാട് അന്നോ ഇന്നോ ലീഗ് നേതാക്കൾ എടുത്തിട്ടില്ല. ഏത് വർഗീയതയെയും എതിർക്കുന്ന വി ഡി സതീശൻ ഈ മുദ്രാവാക്യത്തിനെതിരെയും ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. അന്ന് ആ സമ്മേളനത്തിൽ ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായി നടത്തിയ പ്രസംഗം സതീശൻ കേട്ടായിരുന്നു. നമ്മുടെ മുൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നമ്മുടെ പിയാപ്പിളയാണ്, എന്റെ നാട്ടിലെ പിയാപ്പിളയാണ് അല്ലേ? പിയാപ്പിളൻ ആരോടോ ഭാര്യ? ഇത് വിവാഹമാണ്, വ്യഭിചാരമാണ്, സിരയാണ്. അത് പറയാൻ തെറ്റിയണം വേണം, ചങ്കൂറ്റം വേണം. CH മുഹമ്മദ് വൈയുടെ നട്ടല് നാം പ്രകടിപ്പിക്കണം. മുഹമ്മദ് റിയാസിന്റെ വിവാഹം വ്യഭിചാരമാണെന്ന തെമ്മാടിത്തരം ലീഗ് സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞ കല്ലായിയെ സതീശൻ ഓർമ്മയുണ്ടോ? തിരുത്തിയോ കല്ലായി? ഏത് ലീഗ് നേതാവാണ് ഈ പരാമർശം തള്ളിപ്പറഞ്ഞത്? താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കല്ലായി പിന്നീടും വ്യക്തമാക്കിയിരുന്നു. അന്നൊന്നും കണ്ടില്ലല്ലോ വി ഡി സതീശനെ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ ഉണ്ടാകുന്നതിനും എത്രയോ മുമ്പാണ് ലീഗ് നേതാക്കൾ ഇമാതിരി പ്രസംഗങ്ങൾ നടത്തിയത്. അപ്പോഴൊക്കെ വായിൽ പഴം തിരികി മൗനവ്രതം ആചരിക്കുകയായിരുന്നു നമ്മുടെ വി ഡി സതീശൻ. ലീഗ് നേതാക്കളുടെ അതിരുവിട്ട ഈ വർഗീയ പരാമർശങ്ങളെ ഒന്നും എതിർക്കാൻ നാവും നട്ടെല്ലുമില്ലാത്ത വി ഡി സതീശനാണ് കാന്തപുരം വിളിച്ചു ചേർത്ത യോഗത്തിൽ വെള്ളാപ്പള്ളിയെ അധിക്ഷേപിച്ചത്. വെള്ളാപ്പള്ളിയെ വിമർശിക്കാൻ സതീശന് വേറെ എത്രയോ യോഗങ്ങളും സമ്മേളനങ്ങളും കിട്ടുമായിരുന്നു. അതാണ് വി ഡി സതീശൻ. RSSന്റെ യോഗങ്ങളിൽ ചെന്ന് അദ്ദേഹം ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തും. ആ യോഗത്തിൽ ഗോൾവാൾക്കറെ പ്രശംസിച്ച് സംസാരിക്കാനും സതീശന് ഒരു മടിയുമില്ല. അങ്ങനെയുള്ള സതീശനെയാണ് മതേതര അമ്പലക്കാളയായി കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുന്നത്. മണിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് ഞാൻ കോൺഗ്രസിനെയും കൊണ്ടേ പോകൂ, ഒരു സംശയവുമില്ല. പണ്ട് ആര്യാടൻ മുഹമ്മദ് കരുണാകരപുത്രനെ കുറിച്ച് പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്, വിളയാതെ പഴുത്തതിന്റെ പ്രശ്നം. സതീശന്റെ പ്രശ്നവും അതുതന്നെയാണ്. എറണാകുളം DCC സെക്രട്ടറിയുടെ നിലവാരത്തിൽ മാത്രം സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുത്തിയതിന് കോൺഗ്രസ് കനത്ത വില നൽകേണ്ടി വരും. പ്രിയമുള്ളവരെ, ന്യൂസ് ബുള്ളറ്റ് കേരള ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പ്രതിമാസം 100 രൂപ വീതം അയച്ച്
ഞങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പിലും അംഗമാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. 7994903388 ആണ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ. നിങ്ങളുടെ സംഭാവനകൾ ഈ നമ്പറിലേക്ക് അയക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.